ദിവസം ലോകത്തിലുള്ള വിശ്വാസികൾ മുഴുവനും അൽഹംദുലില്ലാഹ് പള്ളിയിലേക്ക് പോവുകയാ. മുഅ്മിനീങ്ങളെ, ചില ചെറുപ്പക്കാർ വിചാരിക്കുന്നത് വെള്ളിയാഴ്ച പോയി ഒപ്പിട്ട് വന്നാലെല്ലാം ഓക്കെയാണെന്നാ. 6 ദിവസവും നിസ്കരിച്ചവർക്കുള്ളതാ വെള്ളിയാഴ്ചയുടെ പോരിശ. 6 ദിവസവും റബ്ബിന്റെ മുമ്പിൽ കുനിഞ്ഞു വീണവർക്കുള്ളതാ വെള്ളിയാഴ്ചയുടെ പോരിശ. വെള്ളിയാഴ്ച മാത്രം പോയി കുർബാന നടത്തിയിട്ട് രക്ഷപ്പെടാമെന്നാരും വിചാരിക്കല്ലേ. അങ്ങനെ ഒരു രീതി അല്ലാഹുവിന്റെ ദീനിൽ വെച്ചിട്ടില്ല. അങ്ങനെ ഒരു തിയറി റബ്ബിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും കൃത്യമായി നിസ്കരിക്കണം. ഏറ്റവും ഗൗരവമുള്ള ഇബാദത്താ. അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി സ്വലാത്തുഹു. നരകത്തിൽ നിന്നും രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? സ്വർഗത്തിലേക്ക് കടന്നു പോകണമെന്ന് ആഗ്രഹമുണ്ടോ? പടച്ച തമ്പുരാന്റെ മുമ്പിൽ ചെല്ലുമ്പോ അല്ലാഹു ചോദിക്കുന്നത്, പൊന്നുമോനെ, പൊന്നുമോളെ, A+ കിട്ടി, എത്ര A+ കിട്ടിയെന്ന് റിസൾട്ട് അറിയാൻ കാത്തു നിൽക്കുന്ന പെങ്ങളെ, നിനക്ക് എത്ര A+ നീ വാങ്ങിയെന്നല്ല പടച്ച തമ്പുരാന് പരലോകത്തിൽ ആദ്യമായി ചോദിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഹബീബായ പ്രവാചകന് പറയുകയാ, അവ്വലമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്ത് നാളിൽ പടച്ച തമ്പുരാൻ ആദ്യമായി ചോദിക്കുന്നത് സ്വലാത്തുഹു, അവന്റെ നിസ്കാരമാ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്ത് തിരക്കുണ്ടായിരുന്നാലും അത് മുടക്കല്ലേ. കച്ചവടക്കാരെ, ആ സമയത്ത് നിന്റെ ചട്ടുറന്ന് താത്തിടണേ. നീ ആ സമയത്ത് എത്ര വലിയ കോടികൾ സമ്പാദിച്ചാലും അതെല്ലാം നഷ്ടത്തിലാ പൊന്നുമോനെ. ആ നിസ്കാരം മുടക്കിയിട്ട് എന്ത് സമ്പാദിച്ചാലും നഷ്ടത്തില. ആ നിസ്കാരം കിട്ടിയിട്ട് എന്ത് നഷ്ടപ്പെട്ടു പോയി എന്ന് നിന്റെ കേവലം കണ്ണുകൊണ്ട് ചിന്തിക്കുന്ന ഏതെല്ലാം നഷ്ടമുണ്ടോ അതെല്ലാം വലിയ ലാഭത്തില. നിസ്കാരം കിട്ടിയിട്ട് നിനക്കുണ്ടാകുന്ന നഷ്ടം വലിയ ലാഭത്തില. നിസ്കാരം മുടക്കിയിട്ട് നിന്റെ കണ്ണിൽ കിട്ടുന്ന ലാഭം വലിയ നഷ്ടത്തില. അല്ലാഹു തആല വേണ്ടതുപോലെ ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച പള്ളിയിലേക്ക് കടന്നു പോകുമ്പോ 2 റക്അത്ത് നിസ്കാരമല്ലയോ? 2 റക്അത്തിന്റെ സ്ഥാനത്ത് ഖുത്ബ നിൽക്കുകയാ. അതുകൊണ്ട് ഖുത്ബയ്ക്ക് മുമ്പ് തന്നെ പള്ളിയിലേക്ക് കടന്നു പോകണം. ചെറുപ്പക്കാരാ, ഖുത്ബ തുടങ്ങുമ്പോഴാ തോർത്തുമുണ്ടെടുത്ത് കുളിക്കാൻ പോകുന്നത്. ഖുത്ബ തുടങ്ങിയല്ലേ ഉള്ളൂ. വന്നാലും പുറത്തൊക്കെ കറങ്ങി നടക്കുകയാ. നാണം കെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ പേടിയില്ലാത്ത ചെറുപ്പക്കാരാ, പൊന്നുമോനെ എന്ന് ചിന്തിക്കടാ. പള്ളിയിൽ നിന്ന് ഖുത്ബ തുടങ്ങുമ്പോ പുറത്ത് സംസാരിച്ചു നിൽക്കുന്ന വൃത്തികേട് കാണിക്കല്ലടാ. അല്ലാഹുവിനെ പേടിയുണ്ടോ? അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാമെന്നതല്ലേ. ആരെയാ നീ തോൽപ്പിക്കുന്നത്? ആരെയാ നീ വെല്ലുവിളിക്കുന്നത്? എന്നിനെ പേര് കേൾപ്പിച്ച് നിസ്കരിച്ചിട്ട് കാര്യമൊന്നുമില്ല. പ്രായമുള്ളവരും ചെറിയ കുട്ടികളടക്കം ആദ്യം വരുന്നത്. ആരോഗ്യമുള്ളവരവസാനം. ഇമാം കൈകെട്ടുമ്പോൾ വരുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. എന്ത് കഷ്ടമാടാ നിന്റെ കാര്യം. വെള്ളിയാഴ്ചയുടെ നിസ്കാരമാ പറയുന്നത്. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോ ഇമാം മിമ്പറിലൂടെ സുബ്ഹാനല്ലാഹ് കടന്നു പോകുമ്പോ രണ്ടാം ഖുത്ബയിലൂടെ ആലോചിക്കണേ. പ്രാർത്ഥന ലോകത്തിലുള്ള വിശ്വാസികളല്ല ആമീൻ പറയുമ്പോ എല്ലാ ഖത്തീബുമാരും പടച്ച തമ്പുരാനോട് ചോദിക്കുകയാ. ഒരുപാട് പ്രാർത്ഥനകൾ ഖുത്ബയിലൂടെ ലഫ്ളുകൾ കടന്നു പോകുമ്പോ 3 തവണ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മുഅ്മിനേ. ആ ഖുത്ബയിൽ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ നിസ്കാരം സയ്യിദുൽ അയ്യാം, ദിവസത്തിന്റെ നേതാവാകുന്ന വെള്ളിയാഴ്ച ദിവസം 2 റക്അത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഖുത്ബ, അതിൽ ഇമ്പോർട്ടന്റ് ആയ 2ാമത്തെ ഖുത്ബ. ആ ഖുത്ബയിൽ അവസാനം വരുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ 3 തവണ ആവർത്തിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. 3 തവണ ആവർത്തിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഏതാടാ പ്രാർത്ഥനയെ പറയുമോ? ഇന്ന് വരെ അതിന് ചെവി കൊടുത്തിട്ടുണ്ടോ? അപ്പോഴും ഓൺലൈനില, അപ്പോഴും വാട്സാപ്പിലൂടെ ഗ്രൂപ്പ് സെർച്ച് ചെയ്യുകയാ, അപ്പോഴും ഫേസ്ബുക്ക് നോക്കുകയാ. പള്ളിയുടെ ഉള്ളിലിരുന്ന് മുസല്ലയിൽ മൊബൈൽ വെച്ചിട്ട് നീ വിരൽ കൊണ്ട് മറിക്കുന്ന ചെറുപ്പക്കാരാ, എങ്ങനെയാടാ രക്ഷപ്പെടുക? എങ്ങനെയാ നരകത്തിൽ നിന്നും രക്ഷപ്പെടുക? ഏത് പ്രാർത്ഥനയാ? ഗൗരവപ്പെട്ട പ്രാർത്ഥനയല്ലയോ? 3 തവണ എല്ലാ ഇമാമിങ്ങളും മിമ്പറിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ,
അല്ലാഹുവേ ഞങ്ങളെ നരകത്തെ തൊട്ട് കാക്കണേ റബ്ബേ, കത്തിക്കാളുന്ന നരകത്തെ തൊട്ട് കാക്കണേ റബ്ബേ. ഞങ്ങളുടെ ശരീരങ്ങളെ കൊടുക്കല്ലേ അല്ലാ, ഞങ്ങളുടെ ശരീരങ്ങളെ നരകത്തിലിട്ട് ചുട്ടുകരിക്കല്ല റബ്ബേ. അല്ലാഹുമ്മ ലാ തശ്ഫി ഖൽഖനാ ബിന്നാർ, അല്ലാഹുവേ ഞങ്ങളെ നീ നരകത്തിലിട്ട് ചുട്ടുകരിക്കല്ല റബ്ബേ. വലാ തജ്അൽനാ മിൻഹത ബിന്നാർ, ഞങ്ങളെ നരകക്കൊള്ളിയാക്കല്ല റബ്ബേ, ഞങ്ങളെ നരകത്തിന്റെ കൊള്ളുകളാക്കല്ലേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, അടുത്ത വെള്ളിയാഴ്ച മുതലെങ്കിലും പള്ളിയിലിരിക്കുമ്പോൾ മാമിങ്ങനെ 3 തവണ ദ്വാരക്കുമ്പോൾ കടന്ന പ്രഭാഷണത്തിൽ മഹാബലായി പറഞ്ഞതല്ലേ അല്ലാഹുവേ നരകത്തെ തൊട്ട് കാക്കണമെന്നല്ലേ ഇമാമ് പറയുന്നത്. ഞാൻ എന്റെ മനസ്സുകൊണ്ട് റബ്ബിനോട് ആമീൻ പറഞ്ഞാൽ, ആത്മാർത്ഥമായിട്ടും ആമീൻ പറഞ്ഞാൽ എത്ര നന്നായിരിക്കുമല്ലോ. പെണ്ണുപോലെ ചെയ്തുപോയ പാപങ്ങളെ മനസ്സിൽ കൊണ്ടുവാടാ, നരകത്തെ തൊട്ടൊന്ന് പേടിക്കടാ. അല്ലാഹുവിനെ വിരുമ്പിക്കറന്നുകൊണ്ട് പറയടാ, അല്ലാഹുവിന്റെ മുമ്പിലും പള്ളിയുടെ അല്ലാഹുവിന്റെ ഗേഹമാകുന്ന പള്ളിയിൽ ഇമാമ് അല്ലാഹുമ്മ അജ്റിനാ മിനന്നാറെന്ന് ദ്വാരക്കുമ്പോ സന്തോഷത്തോടെ റബ്ബിന്റെ മുമ്പിൽ മനസ്സ് നിറച്ചുള്ള ആമീൻ പറ പൊന്നുമോനെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചിന്തിച്ചു നോക്ക്, അല്ലാഹുവിന്റെ മുമ്പിൽ ആത്മാർത്ഥമായി ആമീൻ പറയേണ്ട സമയത്ത് നീ അശ്രദ്ധമായിരുന്നാൽ എങ്ങനെയാ രക്ഷപ്പെടാൻ പറ്റുക?